തിരുവനന്തപുരം കാസർഗോഡ് സിൽവർ ലൈൻ പദ്ധതി പൂർണ്ണമായും റദ്ദാക്കിയ മുഖ്യമന്ത്രിയുടെ തീരുമാനം സ്വാഗതം ചെയ്ത് കേരയിൽ സമരസമിതി. പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇതുവരെ പുറപ്പെടുവിപ്പിച്ച എല്ലാവിധ വിജ്ഞാപനങ്ങളും റദ്ദാക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചിരുന്നു. ഇന്നലെ മന്ത്രിസഭായോഗത്തിന് ശേഷം മുഖ്യമന്ത്രി തന്നെയാണ് മാധ്യമങ്ങളോട് ഇക്കാര്യം സംസാരിച്ചത്. ആയിരക്കണക്കിന് ജനങ്ങൾക്ക് ആശ്വാസമായ തീരുമാനത്തിന്റെ ആഹ്ലാദത്തിലാണ് കേരയിൽ പദ്ധതി പ്രദേശത്ത് താമസക്കാരായ ജനങ്ങൾ. പദ്ധതിക്കെതിരെ സംസ്ഥാന വ്യാപകമായി നടന്ന ജനകീയ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തവർക്കെതിരെയും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. എന്നാൽ ഈ കേസുകളെല്ലാം തന്നെ പിൻവലിക്കാനുള്ള ശുപാർശ സമർപ്പിക്കാൻ ആഭ്യന്തര വകുപ്പിന് നിർദ്ദേശം നൽകിയതായും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കാൻ ലക്ഷ്യമിട്ട് റവന്യൂ വകുപ്പ് പുറപ്പെടുവിപ്പിച്ച പ്രിലിമിനറി വിജ്ഞാപനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ നടപടികളും ഇതോടെ ഇല്ലാതാകും. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പദ്ധതിയുടെ അടയാളമായി സ്ഥാപിച്ച മഞ്ഞക്കുറ്റികൾ അടിയന്തരമായി നീക്കം ചെയ്യാനും റവന്യൂ വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജനങ്ങളിൽ വലിയ ആശങ്കയും ബുദ്ധിമുട്ടും സൃഷ്ടിച്ച ഈ അടയാളങ്ങൾ മാറ്റുന്നതോടെ ഭൂവുടമകളുടെ ആശങ്കകൾക്ക് പൂർണ്ണ പരിഹാരമാണ് ഉണ്ടായിട്ടുള്ളത്. വിജയിച്ചേ 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 കേരള സമരം വിജയിച്ചേ കേരള സമരം വിജയിച്ചേ അഭിവാദ്യങ്ങൾ 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 UDF സർക്കാരിന് അഭിവാദ്യങ്ങൾ UDF സർക്കാരിന് അഭിവാദ്യങ്ങൾ UDF സർക്കാരിന് അഭിവാദ്യങ്ങൾ UDF സർക്കാരിന് അഭിവാദ്യങ്ങൾ. സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ സാമൂഹിക പ്രക്ഷോഭങ്ങൾക്ക് വഴിവെച്ച തിരുവനന്തപുരം കാസർഗോഡ് സിൽവർ ലൈൻ പദ്ധതിക്ക് എതിരെയുള്ള സമരങ്ങൾക്ക് മുൻപ് പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് മുൻനിരയിൽ നിന്ന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് നിലവിലെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. നിയമസഭയിലും പുറത്തും പദ്ധതിക്കെതിരെ ശക്തമായ നിലപാടുകൾ അദ്ദേഹം ഉയർത്തിയിരുന്നു. അന്ന് കേരളിനെതിരെ നടന്ന സമരങ്ങളും തുടർന്നുണ്ടായ രാഷ്ട്രീയ സംഭവ വികാസങ്ങളും വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.